അപ്പോൾ SOC എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ആണ്. അതായത് ഒരു കമ്പനിയിലെ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസും കാണിക്കുന്ന, അതിലുണ്ടാകുന്ന ചേഞ്ചസ് കാണിക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. അപ്പോൾ മുകളിൽ നിങ്ങൾ ഓരോ കോളം കൊടുക്കേണ്ടത് കമ്പനിയിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഷെയർ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതിനൊരു കോളം, റീറ്റെയിൻ ഏർണിങ്സ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിനൊരു കോളം, സെക്യൂരിറ്റി പ്രീമിയം റിസർവ് ഉണ്ടെങ്കിൽ അതിനൊരു കോളം, ക്യാപിറ്റൽ റിസർവ് ഉണ്ടെങ്കിൽ അതിനൊരു കോളം. അങ്ങനെ എന്തൊക്കെയാണോ കമ്പനിയിൽ ഇക്വിറ്റി ആയിട്ടുള്ളത് അതിനൊക്കെ ഓരോ കോളം വരയ്ക്കുക. ലാസ്റ്റ് കോളം എന്ത് വേണം, ടോട്ടൽ എന്ന് പറയുന്ന കോളം കൊടുക്കുക. ഇനി ഓപ്പണിംഗ് ഡേറ്റിൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് എഴുതിയിട്ട് ഇനി എക്സ്ട്രാ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കൂട്ടി എഴുതുക, പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് എഴുതുക. ഇതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. ഓക്കെ അല്ലേ? സെറ്റ്. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. എന്താണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞേക്കണേ ക്വസ്റ്റ്യനിൽ എന്ന് പറഞ്ഞേ, എന്താ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞേക്കണേ? ഇക്വിറ്റി ഫോർ ദ പീരീഡ് ഓഫ് 31st March 2019. അതായത് 2019 മാർച്ച് 31 അതാണ് ക്ലോസിംഗ് ഡേറ്റ്. ആ ഡേറ്റിൽ എത്ര ഇക്വിറ്റി ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് ഓപ്പണിംഗ് ഡേറ്റ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. ഓപ്പണിംഗ് ഡേറ്റ് 2018 ഏപ്രിൽ 1 ഓപ്പണിംഗ് ക്യാപിറ്റൽ വന്നിട്ടുണ്ട് 40 lakh. സെക്യൂരിറ്റീസ് പ്രീമിയം ഉണ്ട് ഓപ്പണിംഗ് ഡേറ്റിലെ 10 lakhs. സർപ്ലസ് ഉണ്ട് ഓപ്പണിംഗ് ഡേറ്റിലെ 12,60,000. ജനറൽ റിസർവ് ഉണ്ട് ഓപ്പണിംഗ് ഡേറ്റിലെ 26,75,000. റിവാലുവേഷൻ റിസർവ് ഉണ്ട് ഓപ്പണിംഗ് ഡേറ്റിലെ 1,20,000. അപ്പോൾ ഇതെല്ലാം ഓപ്പണിംഗ് ഡേറ്റിലെയാണ്. അപ്പോൾ നമ്മൾ എത്ര എമൗണ്ട് കോളം വരയ്ക്കേണ്ടി വരും നിങ്ങളൊന്ന് പറഞ്ഞേ. ഓപ്പണിംഗ് ഡേറ്റിൽ എത്ര ആയിട്ടുണ്ട്? 5. അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ 5 എമൗണ്ട് കോളം വരയ്ക്കണം. ഇതൊരു ടോട്ടൽ കോളം. ക്ലിയർ അല്ലേ? കത്തിയോ? കത്തിക്കുന്ന റെസ്പോണ്ട് ചെയ്യൂ. അപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന് ഒരു കോളം വരയ്ക്കണം. അടുത്തായിട്ട് ഏതാ, സെക്യൂരിറ്റീസ് പ്രീമിയത്തിന് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത കോളം വരയ്ക്കാം. സർപ്ലസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണ്, അറിയാലോ, നേരത്തെ ഞാൻ പറഞ്ഞു. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ സർപ്ലസിനൊരു കോളം വരയ്ക്കുക. ജനറൽ റിസർവ് ഉണ്ട്, അതിനൊരു കോളം വരയ്ക്കുക. റീവാലുവേഷൻ റിസർവ് ഉണ്ട്, അതിനൊരു കോളം വരയ്ക്കുക. ഇത്രയും കഴിഞ്ഞ ലാസ്റ്റ് കോളം പിന്നെ എന്താ, ലാസ്റ്റ് കോളം ഏത് കോളാ? ടോട്ടൽ. അപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്ര, ഓപ്പണിംഗ് ഡേറ്റിലെ എമൗണ്ട് എത്ര, 40 lakh. അത് ആ 40 lakh എമൗണ്ട് എടുത്ത് എഴുതാം. ബാലൻസ് ആസ് ഓൺ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് അതിൻ്റെ 5 പേരുടെ ഓപ്പണിംഗ് ഡേറ്റിലെ എമൗണ്ട് എടുത്ത് എഴുതാം. 40 lakhs ഉണ്ട്, അടുത്ത 10 lakhs ഉണ്ട്, 12,60,000 ഉണ്ട്, അടുത്ത 26,75,000, 1,20,000. ക്ലിയർ ആയോ? സെറ്റ് ആയതിന് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 90,55,000 കിട്ടും. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എല്ലാവരും ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്തേ. മക്കളെ അടുത്ത ഐറ്റം നോക്കി, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂഡ്. അപ്പോൾ കമ്പനിയുടെ കയ്യിൽ ഓൾറെഡി ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, അല്ല, കമ്പനിക്ക് ഓൾറെഡി ക്യാപിറ്റലായിട്ട് ഒരു ഇത്ര പൈസ വന്നിട്ടുണ്ട്. അതുകൂടാതെ കമ്പനി വീണ്ടും ക്യാപിറ്റൽ ഷെയർ ഇഷ്യൂ ചെയ്തു, പബ്ലിക്കിലേക്ക് വിറ്റു. അപ്പോൾ വീണ്ടും പൈസ കിട്ടില്ല, ഷെയർ ക്യാപിറ്റൽ കിട്ടില്ല. എത്ര രൂപ? 30 ലക്ഷം കൂടി അല്ലേ? അപ്പോൾ നമ്മൾ എവിടെ കൂട്ടണ്ടേ? 30 ലക്ഷം ഏതിൻ്റെ കൂടെ കൂട്ടണ്ടേ? ഇപ്പം എന്താ, ഷെയർ ക്യാപിറ്റൽ. വെരി ഗുഡ്. അപ്പോൾ നമ്മൾ ഇക്വിറ്റി അല്ലേ, ഇഷ്യൂ ഓഫ് ഷെയർ എന്ന് പറഞ്ഞിട്ട് ഷെയർ ക്യാപിറ്റലിൻ്റെ കൂടെ 30 ലക്ഷം രൂപ കൂട്ടുക. സെറ്റായോ മക്കളെ എല്ലാവർക്കും? ഇനി പുതിയതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്തപ്പോൾ നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു 7,50,000. സെക്യൂരിറ്റീസ് പ്രീമിയം 7,50,000 രൂപയുടെ സെക്യൂരിറ്റീസ് പ്രീമിയം വന്നിട്ടുണ്ട്. അപ്പോൾ അതെവിടെ കൂട്ടണ്ടേ? സെക്യൂരിറ്റീസ് പ്രീമിയത്തിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം തൊട്ടടുത്തായിട്ട് എഴുതാം, അല്ലെങ്കിൽ ഒരുമിച്ച് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം ഇഷ്യൂ എന്നങ്ങനെ പറഞ്ഞിട്ട് സെക്യൂരിറ്റീസ് പ്രീമിയത്തിൻ്റെ കൂടെ 7,50,000 കൂട്ടിയാലും മതി. സെറ്റല്ലേ? കത്തിയാ? ഓക്കെ അല്ലേ? അടുത്ത കോംപ്രഹെൻസീവ് ഇൻകം ആണ്. ഇൻകം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണ്. അപ്പോൾ 2018-19 നമുക്ക് 26,56,000 എന്ത് വന്നിട്ടുണ്ട്? ഇൻകം ആയിട്ട് വന്നിട്ടുണ്ട്, പ്രോഫിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കൂട്ടുക നമ്മൾ സർപ്ലസ് അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ കൂട്ടുക അല്ലെ, 26,56,000. ക്ലിയർ ആയോ? കത്തി എല്ലാവർക്കും? സെറ്റാണോ? പ്രോഫിറ്റ് സർപ്ലസ് ആണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ. സർപ്ലസ് എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റിനെയാണ് സർപ്ലസ് എന്ന് പറയുക കേട്ടോ. അത് തന്നെയാണ് റീറ്റെയിൻ ഏർണിങ്സും കേട്ടോ.
ട്രേഡ് ഏണിങ്സ് പറഞ്ഞാൽ നമ്മൾ കുറേ നാളുകളായിട്ട് നമ്മുടെ കയ്യിലുള്ള ഏണിങ്സ് അതാണ് ഉദ്ദേശിക്കുന്നത്. ഏണിങ്സ് പറഞ്ഞാലും സർപ്ലസ് എന്ന് പറഞ്ഞാലും നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഈ സർപ്ലസിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ കോംപ്രഹെൻസീവ് ഇൻകം കൂട്ടുക. അപ്പോൾ ആ സ്റ്റെപ്പിൽ ഇൻകം എന്ന് മാത്രം എഴുതിയിട്ട് ടോട്ടലിൽ എമൗണ്ട് എഴുതുക. ഇനി ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് എന്താ അതിൻ്റെ അർത്ഥം? എന്തിൻ്റെ അർത്ഥം? എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക? റിസർവ് എന്ന് പറയുന്നത് ഭാവിയിലേക്ക് വേണ്ടി മാറ്റി വെക്കുന്ന പൈസ. അത് എവിടെ നിന്ന് എടുത്ത കമ്പനി മാറ്റി വെക്കുക? പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് വെക്കുക. അപ്പോൾ 14,20,000 രൂപ ജനറൽ റിസർവിലോട്ട് വന്നു. പക്ഷേ എവിടെ നിന്ന് എടുത്തിട്ടാണ് മാറ്റി വയ്ക്കുന്ന 14,20,000 രൂപ? നെറ്റ് പ്രോഫിറ്റ് അല്ല, ഇൻകത്തിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഈ നെറ്റ് പ്രോഫിറ്റിൽ എന്ത് ചെയ്യണം? 14,20,000 രൂപ കുറയ്ക്കണം. അതാണ് മൈനസ് ബ്രാക്കറ്റിൽ ഇട്ടേക്കണേ. എന്നിട്ട് ജനറൽ റിസർവിൽ എന്ത് ചെയ്യണം? 14,20,000 കൂട്ടണം. സെറ്റാണോ? കത്തിയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് എന്ന് പറഞ്ഞാൽ ജനറൽ റിസർവിലേക്ക് ഇത്ര എമൗണ്ട് നമ്മൾ മാറ്റി വെച്ചു. റിസർവ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ ഭാവിയിലേക്ക് വേണ്ടി മാറ്റി വെക്കുന്ന പൈസയാണ് റിസർവ്. പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെക്കുന്ന പൈസ. അപ്പോൾ പ്രോഫിറ്റിൽ നിന്ന് ഈ എമൗണ്ട് കുറയും ചെയ്യും, ജനറൽ റിസർവിൽ ഈ എമൗണ്ട് കൂടുകയും ചെയ്യും. ക്ലിയർ ആയോ? കത്തിയോ? സെറ്റ് അല്ലേ? അടുത്ത ഡിവിഡൻഡ്. നേരത്തെ പറഞ്ഞു ലാഭവിഹിതം. അപ്പോൾ ഈ ഡിവിഡൻഡ് 7 ലക്ഷം രൂപ നമ്മൾ ഷെയർ ഹോൾഡറിന് വീതിച്ച് കൊടുക്കാൻ പോവാണേ. എവിടെ നിന്ന് എടുത്തിട്ടാണ് കൊടുക്കുക മക്കളെ ഡിവിഡൻഡ്? നേരത്തെ പറഞ്ഞു ലാഭവിഹിതം എവിടെ എടുത്തിട്ട് കൊടുക്കുക കമ്പനി? പ്രോഫിറ്റ്. അപ്പോൾ 7 ലക്ഷം രൂപ എവിടെ കുറയ്ക്കണം? പ്രോഫിറ്റിൽ കുറയ്ക്കുക. 7 ലക്ഷം രൂപ മൈനസ് ആണ്. ബ്രാക്കറ്റ് ഇടുക. കത്തിയാ? എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. പ്രോഫിറ്റിൽ നിന്ന് കുറച്ചിട്ട് ജനറൽ റിസർവിൽ കൂട്ടി. അവിടെ കൂടിയല്ലോ, അവിടെ എമൗണ്ട് വന്നില്ല ജനറൽ റിസർവിൽ. കത്തിയില്ലേ? ഡിവിഡൻഡ് എന്ന് പറയുന്ന ഒരു കോളം ഇല്ല നമുക്ക്, അതുകൊണ്ട് നെറ്റ് പ്രോഫിറ്റ് മാത്രം കുറച്ചാൽ മതി കേട്ടോ. ക്ലിയർ ആയില്ലേ മോളെ? ഇനി ടോട്ടൽ ചെയ്യാം. ഇവിടെ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് ഇപ്പം ഇല്ല കേട്ടോ. അതെടുത്ത് കളഞ്ഞു. നമ്മൾ കമ്പനികളല്ല ശരിക്കും ആക്ച്വലി അത് അടയ്ക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പുതിയ സിലബസ് പ്രകാരം CDT കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് വേണ്ട കേട്ടോ. ഇത് നമ്മൾ ടോട്ടൽ ചെയ്യുക. അപ്പോൾ ക്ലോസിംഗ് ഡേറ്റിൽ നമുക്ക് വാല്യൂ കിട്ടും. ഇപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടോട്ടൽ എത്രയുണ്ടെന്ന് പറഞ്ഞേ? 40 ലക്ഷം പ്ലസ് എത്ര ലക്ഷം? അപ്പോൾ 70 lakhs. സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ 10 ലക്ഷം പ്ലസ് 7,50,000 17,50,000. നെറ്റ് പ്രോഫിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? 12,60,000 കൂടെ 26,56,000 കൂട്ടിയിട്ട് അതിനെന്ത് ചെയ്യണം? എന്തൊക്കെ കുറയ്ക്കണം? ബാക്കി രണ്ടെണ്ണം മൈനസ് ചെയ്തിട്ട് ചെയ്താൽ കേട്ടോ. എത്ര വെച്ച് നിങ്ങൾ ചെയ്ത് വെക്കണം കേട്ടോ. അടുത്ത് ജനറൽ റിസർവ് 26,75,000 കൂടെ 14,20,000 കൂട്ടുക. അതുപോലെ റീവാലുവേഷൻ റിസർവ് ഇതുപോലെ തന്നെ 1,20,000 ഉള്ളൂ. അത് അതുപോലെ തന്നെ എടുത്ത് എഴുതുക. ഇതേപോലെ തന്നെ ടോട്ടൽ കേട്ടോ. ടോട്ടൽ ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ SOC. എങ്ങനെയുണ്ട് മക്കളെ? എങ്ങനെയുണ്ട് SOC? മനസ്സിലായ? SOC സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ച് ഇൻ ഇക്വിറ്റി ക്ലിയർ ആയ എല്ലാവർക്കും? സിമ്പിൾ അല്ലേ? സിമ്പിളാണോ? ഇതിപ്പോൾ പഠിക്കണം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം, വീണ്ടും വീണ്ടും ചെയ്ത് പഠിക്കുക കേട്ടോ. പിന്നെ ക്ലാസ്സിൽ കയറുന്നവർ കറക്റ്റ് ടൈമിന് തന്നെ ഒരു 5 മിനിറ്റുള്ളിൽ തന്നെ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ലേറ്റായി വരുന്നവർ ചിലപ്പോൾ അവർക്കൊരു കണ്ടിന്യൂഷൻ കിട്ടില്ല ലേറ്റ് ആയി വരുന്നത്. അല്ലെങ്കിൽ പിന്നെ റെക്കോർഡ് ക്ലാസ് പിന്നെ കണ്ടാലും മതി കേട്ടോ. അടുത്തതാണ് നമ്മുടെ എക്സാമിന് 2023-ലോ 2022-ലോ 5 മാർക്കിൻ്റെ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ചെയ്യാം, നമുക്ക് റെഡിയാണോ എല്ലാവരും? Yes. A company carried forward a balance of rupees 40,000 from the profit and loss account for the year ended 31st March 2019. അതായത് ഒരു കമ്പനി നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ എത്ര രൂപ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്? ബാലൻസ് എത്ര കിട്ടിയിട്ടുണ്ട്? പ്രോഫിറ്റ് 40,000 രൂപ നമുക്ക് ബാലൻസ് വന്നിട്ടുണ്ട്, പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഡ്യൂറിങ് ദ ഇയർ 2019-20 ഇറ്റ് മെയ്ഡ് എ ഫർദർ പ്രോഫിറ്റ്. അപ്പോൾ ആ പ്രോഫിറ്റിന് പുറമെ, അതായത് കഴിഞ്ഞ വർഷത്തെ ആ 40,000 പ്രോഫിറ്റ് ഉണ്ടല്ലോ, ഓപ്പണിംഗ് പ്രോഫിറ്റ്, അതിന് പുറമെ 2019-20 കമ്പനിക്ക് ഫർദർ പ്രോഫിറ്റ് എത്ര കിട്ടിയിട്ടുണ്ട് മക്കളെ? എത്ര കിട്ടിയിട്ടുണ്ട്? പക്ഷേ ഈ 3,10,000 എന്ന് പറഞ്ഞാൽ ബിഫോർ പ്രൊവൈഡിങ് ടാക്സേഷനാണ്. എന്താ അതിൻ്റെ അർത്ഥം?
ആ ടാക്സ് അടയ്ക്കുന്നതിന് മുമ്പത്തെ ലാഭം. അപ്പോൾ ഒരു കമ്പനിയുടെ ശരിക്കുള്ള പ്രോഫിറ്റ് ആണോ ഇത്? അല്ലല്ലോ. ഇതിന് ആ കമ്പനി എന്തടയ്ക്കണം? ടാക്സും കൂടി അടച്ചതിന് ശേഷമുള്ള പ്രോഫിറ്റാണ് ഒരു കമ്പനിയുടെ യഥാർത്ഥ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അല്ലേ? അപ്പോൾ 3,10,000 നമുക്ക് പ്രോഫിറ്റായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റൂല. അതിന് ടാക്സ് കുറയ്ക്കണം. ടാക്സ് നമുക്ക് തന്നിട്ടുണ്ട്. നോക്കി, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എത്ര രൂപയാ? എത്രയാ? അപ്പോൾ ശരിക്കുള്ള പ്രോഫിറ്റ് എത്രയായിരിക്കും? 2019-20 കമ്പനിയുടെ പ്രോഫിറ്റ് എത്രയായിരിക്കും എന്ന് പറഞ്ഞേ. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 2019-20 കമ്പനിക്ക് എല്ലാ ചിലവും കഴിച്ച് ടാക്സ് ഒക്കെ അടച്ചതിന് ശേഷം കമ്പനിക്ക് എത്ര രൂപ പ്രോഫിറ്റ് ഉണ്ടായിരിക്കും? 1,60,000. എസ് എങ്ങനെ കിട്ടി? 1,60,000 എങ്ങനെ കിട്ടി? 3,10,000 ടാക്സ് കുറച്ചു, 1,50,000 കുറച്ചപ്പോൾ 1,60,000 കിട്ടി. പിന്നെ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് 40,000 ഉണ്ട് അല്ലേ? അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടുക. അപ്പോൾ ടോട്ടൽ 2,00,000 രൂപ നമ്മുടെ കയ്യിൽ പ്രോഫിറ്റ് ഉണ്ട്. ക്ലിയർ ആയോ? കത്തിയോ? 40,000 ഓപ്പണിങ്ങിലെ കറണ്ട് ഇയറിലെ പ്രോഫിറ്റ് 1,60,000, ടോട്ടൽ 2,00,000. സെറ്റാണോ? ഇനി ഇതിൽ നിന്നാണല്ലോ കമ്പനി എന്ത് കൊടുക്കുക? ഇതിൽ നിന്നാണ് കമ്പനി റിസർവിലോട്ട് മാറ്റി വയ്ക്കുക, ഡിവിഡൻറ്റുകൾ കൊടുക്കുക, ജനറൽ റിസർവിലോട്ട് മാറ്റി വയ്ക്കുക. എന്തൊക്കെ റിസർവ് ഉണ്ട് ഇതിലോട്ട്? നമ്മൾ പ്രോഫിറ്റ് എന്നല്ലേ മാറ്റി വയ്ക്കുക? നേരത്തെ പറഞ്ഞില്ലേ, പ്രോഫിറ്റ് നമ്മൾ കുറച്ചിട്ട് റിസർവിൽ കൂട്ടി ഓർക്കണ്ടോ? ഉണ്ടോ? ആ, ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണേ, ഷോ ദ ചേഞ്ചസ് ഇൻ ദ സർപ്ലസ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ലോസ്. എന്തിൻ്റെ ചേഞ്ച് മാത്രം മതി മക്കളെ? സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഫിറ്റ് അല്ലേ? പ്രോഫിറ്റിൽ ബാക്കിയിൽ എത്ര ഇടുന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഓൾറെഡി 2 lakh rupees നമ്മുടെ കയ്യിലുണ്ട്, ശരിയല്ലേ? കത്തിയിൽ 2,00,000 വരെ കണ്ടുപിടിച്ച മനസ്സിലായില്ലേ? അതിൽ നിന്ന് ഡിവിഡൻഡ് കൊടുത്തു, ഡിവിഡൻഡ് ഈക്വലൈസർ റിസർവിലേക്ക് നമ്മൾ 25,000 മാറ്റി. അപ്പോൾ 2,00,000 എത്ര കുറയ്ക്കണം? 25,000 നമ്മൾ കുറയ്ക്കണം. അടുത്തത് നോക്കി, ഡിവിഡൻഡ് കൊടുക്കാൻ പോവാണ്. പ്രിഫറൻസ് ഷെയർ ഉണ്ട് കേട്ടോ. പ്രിഫറൻസ് ഷെയർ 2,00,000 രൂപയുടെ പ്രിഫറൻസ് ഷെയർ ഉണ്ട്. എത്ര ശതമാനം ഡിവിഡൻഡ് കൊടുക്കണ്ടേ നോക്കി? എത്ര ശതമാനം? ഡിവിഡൻഡ് എന്ന് പറയുന്നത് എന്താ? നേരത്തെ പറഞ്ഞ ലാഭവിഹിതമാണ് അല്ലേ? അപ്പോൾ നമ്മുടെ കമ്പനിയുടെ ക്യാപിറ്റൽ 2,00,000 പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ആ 2,00,000-ന്റെ 8% ഡിവിഡൻഡ് കൊടുക്കണം. അപ്പോൾ 2,00,000 × 8/100 എത്രയാണ് നോക്കി? 2,16,000. അപ്പോൾ 16,000 രൂപ നമ്മൾ എന്ത് കൊടുക്കണം? പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കണം. അടുത്ത് നമ്മുടെ ഇക്വിറ്റി ഷെയർ ഉണ്ട്. ഇക്വിറ്റി ഷെയറിന് ഡിവിഡൻഡ് കൊടുക്കണ്ടേ? പക്ഷേ അത് എത്ര രൂപ? എത്ര ശതമാനം? 15%. അപ്പോൾ 30,000 ഇക്വിറ്റി ഷെയർ ഉണ്ട്. 30,000 എണ്ണാണ് കേട്ടോ, 30,000 രൂപയല്ല. ഒരു ഷെയറിൻ്റെ വില 10 രൂപയാണ്. അപ്പോൾ എത്ര ഷെയർ ക്യാപിറ്റൽ ഉണ്ട്? 30,000 × 10 3,00,000 രൂപ അല്ലേ? ശരിയല്ലേ? 30,000 എണ്ണം ഇക്വിറ്റി ഷെയർ ഉണ്ട്. ഒരു ഷെയറിൻ്റെ വില 10 രൂപ. അപ്പം മൊത്തം എത്ര ഷെയർ ഉണ്ട്? എത്ര രൂപയുടെ ഷെയർ ഉണ്ട്? 3,00,000 രൂപയുടെ. ആ 3,00,000 രൂപയുടെ എത്ര ശതമാനമാണ് ഡിവിഡൻഡ്? 3,00,000 × 15/100 എത്രയാണ് നോക്കി കാൽക്കുലേറ്ററിൽ? 3 lakh × 15/100 എത്രയാ? 45,000. അപ്പോൾ പ്രൊപ്പോസ്ഡ് ഇക്വിറ്റി ഡിവിഡൻഡ് കിട്ടി 45,000. അടുത്ത ജനറൽ റിസർവിലോട്ട് നമ്മൾ 35,000 മാറ്റിയിട്ടുണ്ട്. എവിടെ നിർത്താൻ പ്രോഫിറ്റ് എന്നല്ലേ? അപ്പോൾ ജനറൽ റിസർവിലേക്ക് 35,000 മാറ്റിയിട്ട് അപ്പോൾ അത് കുറയ്ക്കുക. അടുത്ത വീണ്ടും ഡെവലപ്മെൻറ്റ് റിബേറ്റ് റിസർവ് എന്ന് പറഞ്ഞാൽ വേറൊരു റിസർവ് ഉണ്ട്, അതിലേക്ക് ഒരു 35,000 മാറ്റി. അപ്പം മൊത്തം നമ്മൾ പ്രോഫിറ്റ് എടുത്തേക്കണത് ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 1,56,000 രൂപ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതേപോലെ പ്രോഫിറ്റ് നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്, ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി എത്ര ഉണ്ടാവും മക്കളെ? ബാക്കി എത്ര ഉണ്ടാവും? പ്രോഫിറ്റ് ആൻഡ് ലോസിൽ സർപ്ലസ് ആയിട്ട് ബാലൻസ് ആയിട്ട് തന്നെ ആ 2,00,000 രൂപയിൽ നിന്ന് 1,56,000 കുറച്ച ബാക്കി എത്രയാ? 44,000. ക്ലിയർ ആയ? 5 മാർക്ക് സുഖമായിട്ട് വാങ്ങിക്കൂടെ? ക്വസ്റ്റ്യൻ പേപ്പറിലെയാണ് കേട്ടോ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആയോ മക്കളെ? സെറ്റ് അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എത്ര കറൻറ്റ്ലി പ്രോഫിറ്റ് ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? നമ്മൾ ഈ വർഷത്തെ പ്രോഫിറ്റ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. പക്ഷേ ഈ വർഷത്തെ പ്രോഫിറ്റ് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അതെന്ത് പ്രോഫിറ്റ് ആയിരിക്കണം? ടാക്സ് അടച്ചതിന് ശേഷമുള്ള പ്രോഫിറ്റ് ആയിരിക്കണം അല്ലേ? അപ്പോൾ ടാക്സ് അടയ്ക്കുന്നതിന് മുമ്പത്തെ പ്രോഫിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ടാക്സ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള റിസർവുകളൊക്കെ എന്ത് ചെയ്യുക?
മൈനസ് ചെയ്യാം. കത്തിയില്ലേ? യെസ്. ഇനി നമ്മൾ ഈ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ 10 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ റെഡിയാണോ എല്ലാവരും? റെഡിയാണോ? യെസ്. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ദ ഫോളോയിങ് ആർ ദ ബാലൻസസ് ഓഫ് ആദർശ് ലിമിറ്റഡ് ആസ് ഓൺ 31st March 2019. അതിൻ്റെ പ്രിമിസസ്, പ്ലാന്റ്, സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ഗുഡ് വില്ല്, ക്യാഷ് ഇൻ ഹാൻഡ്, കോൾസ് ഇൻ അരിയർ, ഇൻ്ററിൻ ഡിവിഡൻഡ് പെയ്ഡ്, പർച്ചേസസ്, പ്രിലിമിനറി എക്സ്പെൻസസ്, വേജസ്, ജനറൽ എക്സ്പെൻസസ്, സാലറീസ്, ബാഡ് ഡെപ്റ്റ്, ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ ഷെയർ ക്യാപിറ്റൽ, ഡിബഞ്ചർ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്, ബിൽസ് പേയബിൾ ഉണ്ട്, സെയിൽസ് ഉണ്ട്, ക്രെഡിറ്റേഴ്സ്, ജനറൽ റിസർവ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, ഓൾഡ് പ്രൊവിഷൻ ഉണ്ട് 30,000, അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, ഡിപ്രീസിയേഷൻ വന്നിട്ടുണ്ട്, പ്രിലിമിനറി എക്സ്പെൻസ് നമ്മൾ 5,000 രൂപ റിട്ടേൺ ഓഫ് ചെയ്തിട്ടുണ്ട്, ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഒരു 6 മാസം ഡിബഞ്ചർ ഇൻട്രസ്റ്റ് കൊടുക്കാനുണ്ട്, പ്രൊവിഷൻ ബാഡ് ഡെപ്റ്റ് 5% ഉണ്ട്, ഇൻകം ടാക്സ് 50%, ക്ലോസിംഗ് ഡേറ്റിലെ സ്റ്റോക്ക് 9,50,000, ഓപ്പണിംഗ് ഡേറ്റിലെ സ്റ്റോക്ക് എനിക്ക് തോന്നുന്നു തന്നിട്ടുണ്ട് 7,50,000. അതാണ് ഓപ്പണിംഗ് ഡേറ്റിലെ സ്റ്റോക്ക്. അപ്പോൾ ചേഞ്ച് ഇൻവെൻറ്ററിക്ക് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞേക്കണേ? പ്രിപ്പയർ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ദ കമ്പനി ഫോർ ദ ഇയർ എൻഡഡ് അല്ലേ? ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പനിയുടെ എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം നിങ്ങൾ പറഞ്ഞേ? ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച 2 പഠിച്ചു ഈ ചാപ്റ്ററിൽ. എന്തൊക്കെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും SOP പഠിച്ചു, ബാലൻസ് ഷീറ്റ്. ഇത് രണ്ടും കൂടി പ്രിപ്പയർ ചെയ്യാനാണ് നമുക്ക് 10 മാർക്കിന് ചോദിച്ചേക്കണേ. ഓക്കെ അല്ലേ? ചെയ്യാം നമുക്ക്. റെഡി അല്ലേ? ഞാൻ എന്തായാലും നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പറഞ്ഞു തരും. നിങ്ങളത് നോട്ട്ബുക്കിലോട്ട് അടുത്ത ദിവസത്തേക്ക് എഴുതി വെക്കണം. അതൊരു ബാലൻസ് ഷീറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് പറഞ്ഞു പോയാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇതുവരെ ഇന്ന് ചെയ്ത 2 പ്രോബ്ലം നിങ്ങൾ നോട്ട്ബുക്കിലോട്ട് കോപ്പി ചെയ്യണം. പ്ലസ് ഈ പ്രോബ്ലം നിങ്ങൾ എഴുതിയിട്ട് SOPL പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോട്ട്ബുക്കിലോട്ട് കോപ്പി ചെയ്ത് വെക്കണം. സെറ്റ് അല്ലേ? അപ്പോൾ നമ്മുടെ SOPലോട്ട് പോവാം. SOPയിലെ ഫസ്റ്റ് ഹെഡ് ഏതാ? SOPലിൻ്റെ ഫസ്റ്റ് ഹെഡ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്. ശരിയല്ലേ? റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് നമ്മൾ എഴുതണ എന്താ സാധനം? സെയിൽസ് ആണ്. ക്വസ്റ്റ്യൻ എത്ര സെയിൽസ് നോക്കി? എത്ര സെയിൽസ്? ക്വസ്റ്റ്യനിലുണ്ട് സെയിൽസ് എത്രയാ? 41,50,000. ഞാൻ പറഞ്ഞു സെയിൽസ് എഴുതുമ്പോൾ സെയിൽസ് റിട്ടേണോ അല്ലെങ്കിൽ എക്സ് ഡ്യൂട്ടി ഒക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കണം. പക്ഷേ ഇവിടെ അതൊന്നും ഇല്ല, സെയിൽസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് നമുക്ക് സെയിൽസ് ചെയ്താൽ 41,50,000. ക്ലിയർ ആണോ? കത്തിയോ? ഇനി ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് വല്ല റിസീവ്ഡ് ഉണ്ടെങ്കിൽ ഡിവിഡൻഡ് റിസീവ്ഡോ അല്ലെങ്കിൽ കമ്മീഷൻ അങ്ങനെ ഒന്നുമില്ല അല്ലേ? കമ്മീഷൻ റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ് ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ കഴിഞ്ഞ അടുത്ത ഹെഡ് അതർ ഇൻകം അല്ലേ? പക്ഷെ അതില്ല. അപ്പോൾ അതർ ഇൻകം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതി ഡാഷ് ഇട്ട് വെച്ചോളൂ. ആൻസർ കീയിൽ എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. ഓക്കെ അല്ലേ? ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ റവന്യൂ കിട്ടി 41,50,000. ഇനി എക്സ്പെൻസസിലോട്ട് പോകാം. എക്സ്പെൻസിലെ ഫസ്റ്റ് ഹെഡ് ഏതാ? കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂംഡ് ആണ്. ഇവിടെ മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട ഒരു ഐറ്റം പോലും ക്വസ്റ്റിൽ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് അത് എഴുതണ്ട. അപ്പോൾ ഡാഷ് ഇട്ട് വെക്കുക. അടുത്ത പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് അല്ലേ? കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂംഡ് കഴിഞ്ഞാൽ അടുത്ത ഏതാ? പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് ഞാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞു. വെറുതെ പർച്ചേസസ് തന്നാൽ അത് പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ്. ഈ ക്വസ്റ്റ്യനിൽ പർച്ചേസസ് ഉണ്ടോ നോക്കി? എത്രയാ? 18,50,000. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പർച്ചേസസ് എന്ന് പറഞ്ഞിട്ട് 18,50,000 എഴുതി. ക്ലിയർ ആണോ? കത്തിയോ? അടുത്ത് ചേഞ്ചസ് ഇൻ ഇൻവെന്ററി അല്ലേ? ചേഞ്ചസ് ഇൻ ഇൻവെന്ററിനെ കാണാൻ മറന്നുപോയാ? ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്, അല്ലെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, അല്ലെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. ഇത് ഓപ്പണിംഗിൽ നിന്ന് ക്ലോസിംഗ് കുറയ്ക്കുക, അത്ര ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ സ്റ്റോക്ക് നമുക്ക് നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് 7,50,000 ഉണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ട് എത്രയാ? സ്റ്റോക്ക് ഓൺ 31/3/2019 എത്രയാ? 9,50,000. എന്തിൽ നിന്ന് എന്താ കുറയ്ക്കേണ്ടത്? ഓപ്പണിംഗിൽ നിന്ന് ക്ലോസിംഗ് ആണോ കുറയ്ക്കേണ്ടത്, അതോ ക്ലോസിംഗിൽ നിന്ന് ഓപ്പണിംഗ് ആണോ കുറയ്ക്കേണ്ടേ? ഓക്കെ, ഓപ്പണിംഗ് സ്റ്റോക്ക് 7,50,000 ആണ്. മൈനസ് 9,50,000 എത്ര വരും? 7,50,000 9,50,000 കുറച്ചാൽ
എത്ര വരും? -2 lakh. അത് മൈനസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് എഴുതണം? എങ്ങനെ എഴുതണം? ബ്രാക്കറ്റിൽ എഴുതണം. അപ്പോൾ അത് കൂട്ടുമ്പോൾ അത് കുറച്ചിട്ട് വേണം എഴുതാം. ടോട്ടൽ ചെയ്യുമ്പോൾ നമ്മൾ ബാക്കിയുള്ളതൊക്കെ കൂട്ടിയിട്ട് ഈ നെഗറ്റീവ് ഫിഗർ എന്ത് ചെയ്യണം? മൈനസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ചേഞ്ച് ഇൻ ഇൻവെൻട്രീസിൽ നമുക്ക് നെഗറ്റീവാണ് കിട്ടിയിട്ടുള്ളത്. നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ബ്രാക്കറ്റിലിട്ടു. അപ്പോൾ ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഹെഡ് ഏതാ? ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ് കഴിഞ്ഞാൽ അടുത്ത ഹെഡ് ഏതാ? എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ്. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ് ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ നിങ്ങൾ എന്തൊക്കെയുണ്ട്? എംപ്ലോയി ബെനിഫിറ്റ് സാലറി ഉണ്ട്. സാലറി 2,02,250 ഉണ്ട്. പിന്നെ വേജസ് 9,79,000 രണ്ടെണ്ണല്ലേ ഉള്ളൂ. അപ്പോൾ 2,02,250 9,79,800 എത്ര വരണമെന്ന് കൂട്ടി പറഞ്ഞേ. കൂട്ടി നോക്കുമെന്ന്. 9,79,800 പ്ലസ് 2,02,250. പിന്നെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. പറഞ്ഞോ എത്ര കിട്ടുന്നത്? കിട്ടിയോ? കാൽക്കുലേറ്റ് എടുത്തോ. വേജസ് 9,79,800 പ്ലസ് സാലറീസ് 2,02,250 എത്രയാ? ആർക്ക് കിട്ടിയില്ലേ? എത്രയാണ്? 11 ലക്ഷത്തിയാണോ വന്നേക്കണേ? 11,82,250. 11,82,050 കണ്ടോ? എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് 11,82,250 എഴുതാം. ക്ലിയർ ആയോ? എല്ലാവർക്കും കത്തിയോ? അപ്പോൾ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് കഴിഞ്ഞാൽ പിന്നെ എന്തെന്നുള്ളത്? ഫിനാൻസ് കോസ്റ്റ്. നമ്മൾ എന്താ കാണിക്കാന്ന് പറഞ്ഞു ഓർമ്മയുണ്ടോ? ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് അല്ലേ? ഡിവിഡൻഡ്. ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് ആണ്. പക്ഷേ ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റ് എടുത്താൽ മതി. ഇൻട്രസ്റ്റ് അല്ലേ ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് എടുക്കാം. ഇൻട്രസ്റ്റ് എത്രയാണ് ക്വസ്റ്റിനിൽ പറയുന്നത്? ഡിബഞ്ചർ ഇൻട്രസ്റ്റ് പെയ്ഡ് എത്രയാണ്? 1,80,000. പക്ഷേ അതിനകത്ത് എന്തുണ്ട്? അതിനകത്ത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. എന്താ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞേ? ഹാഫ് ഇയേഴ്സ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഡ്യൂ. എന്താ അതിന്റെ അർത്ഥം? അതായത് ഈ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് അല്ല, ഡിബഞ്ചർ ഇൻട്രസ്റ്റ് 1,80,000 ആണ്. അപ്പോൾ ഒരു 6 മാസത്തെ ഡിബഞ്ചർ ഇൻട്രസ്റ്റും കൂടി നമ്മൾ കൊടുക്കാനുണ്ടെന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, ഡിബഞ്ചർ എത്ര രൂപ ഡിബഞ്ചർ നമ്മൾ കടം മേടിച്ചതിന് കടപ്പത്രത്തിന് 30 ലക്ഷം അല്ലേ? അല്ലേ 30 ലക്ഷം രൂപ ഡിബഞ്ചർ അല്ലേ നമ്മൾ കടപ്പത്രമായിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്തേക്കണേ അല്ലേ? അതിൻ്റെ എത്ര ശതമാനമാണ് ഇൻട്രസ്റ്റ്? 12%. അപ്പോൾ 30 ലക്ഷത്തിൻ്റെ 12% എത്രയെന്ന് നോക്കി. എത്രയാ? 30 ലക്ഷം ഇൻറ്റു 12/100 എത്രയാ? 3,60,000. അത് എഴുതിയാൽ പോരെ? അപ്പോൾ മൊത്തം ഒരു വർഷത്തെ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞല്ലോ. 3,60,000. അപ്പോൾ ഫിനാൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് 3,60,000. ക്ലിയർ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ക്ലിയർ ആയോ? എല്ലാവർക്കും സെറ്റ് അല്ലേ? അപ്പോൾ ഫിനാൻസ് കോസ്റ്റ് കഴിഞ്ഞ അടുത്ത ഹെഡ് ഏതാ? ഡിപ്രീസിയേഷൻ. ഈ ക്വസ്റ്റിൽ ഉണ്ടല്ലേ? കാരണം അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നുണ്ട് ഡിപ്രീസിയേറ്റ് പ്ലാന്റ് ബൈ 15%. പ്ലാന്റിന് 15% ഡിപ്രീസിയേഷൻ വന്നിട്ടുണ്ട്. പ്ലാന്റ് എത്രയാണ് ക്വസ്റ്റിനിൽ? പ്ലാന്റ് സെക്കൻഡ് വൺ എത്രയാ? 33 ലക്ഷത്തിൻ്റെ എത്ര ശതമാനം? 15% കണ്ടുപിടിച്ച്. 33 ലക്ഷം ഇൻറ്റു 15/100 എത്ര ഡിപ്രീസിയേഷൻ വരിക? 4,95,000 ആണോ എല്ലാവർക്കും കിട്ടിയേക്കണമെന്ന് റെസ്പോണ്ട് ചെയ്തേ. അതെ അല്ലേ? യെസ്. വേറെ ഡിപ്രീസിയേഷൻ ഒന്നും ക്വസ്റ്റ്യൻ ഇല്ലല്ലോ. നോക്കി. ഇൻഡിവിഡൻ്റ് പർച്ചേസ്, സാലറീസ്, ബാഡ് ഡെപ്റ്റ്, സ്റ്റോക്ക്, പ്ലാന്റ് ഇല്ലല്ലേ? വേറെ ഡിപ്രീസിയേഷൻ ഇല്ല.
എനിക്ക് തോന്നുന്നു ഇവരെ ഇതിൽ ആൻസർ കീഴിലെന്ന് മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ട്. ഇവിടെ 5 ലക്ഷമാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്രയാണെന്ന് വെച്ചാൽ അത് എഴുതാം കേട്ടോ. നിങ്ങൾക്ക് എത്രയാണ് കിട്ടിയതെന്ന് വെച്ചാൽ അത് എഴുതാം. 4 ലക്ഷത്തി എത്ര കിട്ടിയത് മോനെ? 95,000. അപ്പോൾ 4,95,000 ആണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. 4,95,000. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഡിപ്രിസിയേഷൻ ക്ലിയർ അല്ലേ? ആ, അടുത്ത അതർ എക്സ്പെൻസസ്. ഈ അതർ എക്സ്പെൻസസിൽ വേണം നിങ്ങളുടെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ എഴുതാൻ കേട്ടോ. ഇനി നമ്മൾ എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഇതിലൊന്നും പെടാത്തത്. ഇപ്പോൾ ജനറൽ എക്സ്പെൻസ് പെട്ടിട്ടുണ്ടോ? ജനറൽ എക്സ്പെൻസ് പെട്ടിട്ടില്ലല്ലോ. എത്ര ജനറൽ എക്സ്പെൻസ്? 68,350. അല്ല, ഇനി ബാഡപ്റ്റ് ഉണ്ട് 21,100. അപ്പോൾ കൂട്ടി 68,350 പ്ലസ് ബാഡപ്റ്റ് കിട്ടാക്കടം 21,100. എത്ര വരും? എത്ര വരണേ? പ്ലസ് 5,000 കൂട്ടി. പ്രിലിമിനറി എക്സ്പെൻസ് നമ്മൾ 5,000 റിട്ടേൺ ഓഫ് ചെയ്തിട്ടില്ലേ? പ്രിലിമിനറി എക്സ്പെൻസിനകത്ത് ഒരു 5,000 റിട്ടേൺ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര കിട്ടും? 94,450. അതുവരെ കണ്ടുപിടിച്ചത് ക്ലിയർ ആയോ? ജനറൽ എക്സ്പെൻസ്, ബാഡപ്റ്റ് ഒരു 21,100 കൂട്ടുക, പ്രിലിമിനറി എക്സ്പെൻസിൽ ഒരു 5,000 രൂപ നമ്മൾ എഴുതി തള്ളിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചിലവാണ്, എക്സ്പെൻസാണ്. അപ്പോൾ അതുകൊണ്ട് കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 94,450. ഇനി നമുക്ക് പ്രൊവിഷൻ ഉണ്ട്. ബാഡപ്റ്റിൻ്റെ പ്രൊവിഷൻ എത്ര ശതമാനമാണ്? എത്ര പെർസെൻറ്റേജാ? ക്രിയേറ്റ് 5% പ്രൊവിഷൻ ഫോർ ബാഡപ്റ്റ്. കണ്ടോ എത്ര ശതമാനം? എന്തിൻ്റെ? അല്ല, ബാഡപ്റ്റ് എന്ന് പറഞ്ഞാലും അവിടെ നമ്മൾ ഡെക്ടേഴ്സിൻ്റെ എടുക്കണ്ടേ കേട്ടോ. ഡെക്ടേഴ്സിൻ്റെയാണ് പ്രൊവിഷൻ എടുക്കേണ്ടത്. നമുക്ക് തരാനുള്ളവർ തരാതിരിക്കുമ്പോഴല്ലേ നമുക്ക് ബാഡപ്റ്റും പ്രൊവിഷനും വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഡെക്ടേഴ്സ് 8,70,000 അല്ലേ. ആ 8,70,000 എത്ര ശതമാനം എടുക്കുക? 5% എടുത്ത് എത്ര വരിക? 8,70,000 ഇൻറ്റു 5/100 എത്രയാ? 43,500 വരുന്നുണ്ട് അല്ലേ. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയ എല്ലാവരും. ഇതിൽ ആൻസർ കീഴിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ. അപ്പോൾ 90 എത്ര വരെ കിട്ടിയേക്കണം നമുക്ക്? 94,000 എത്ര കിട്ടിയേക്കണം നമുക്ക്? 94,460. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കൂടെ നമുക്ക് ഈ പ്രൊവിഷൻ കൂടി വന്നിട്ടുണ്ട് അല്ലേ. ക്രിയേറ്റ് എ പ്രൊവിഷൻ ഫോർ ബാഡപ്റ്റ് ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബാഡപ്റ്റ് 21,100 കൂടെ ന്യൂ പ്രൊവിഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ഓൾഡ് പ്രൊവിഷനില്ലേ 35,000, അത് കുറയ്ക്കണം. ഓൾഡ് പ്രൊവിഷൻ എത്രയാണ്? 35,000 അല്ലേ. അത് ഇവിടുന്ന് കുറച്ച് വെക്കിയെന്ന്. അപ്പോൾ 94,000 എത്രയാണ് മോളെ പറഞ്ഞത്? 94,460. പ്ലസ് ഇപ്പം എത്ര കിട്ടിയത്? ന്യൂ പ്രൊവിഷൻ എത്ര കിട്ടി? 43,500 കൂട്ടി 1,37,960 മൈനസ് ഓൾഡ് പ്രൊവിഷൻ. ഓൾഡ് പ്രൊവിഷൻ എത്രയാണ്? ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, പ്രൊവിഷൻ ഫോർ ബാഡപ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. എത്രയാണ് ഓൾഡ് പ്രൊവിഷൻ? 35,000. അത് മൈനസ് ചെയ്തേ. എത്രയാ വന്നേക്കണേ? 1,02,960 കേട്ടോ. ഇതൊരു 5,000 കുറച്ച ഈ 97,950 കിട്ടാൻ നോക്കി. യെസ് കറക്റ്റാ. അതായത് അവർ 5,000 രൂപ അവിടെ മുകളിൽ കൂട്ടിയേക്കണം. അതാണ് കേട്ടോ. ആ റിട്ടേൺ ഓഫ് ചെയ്തില്ലേ നമ്മളൊരു 5,000 പ്രിലിമിനറി എക്സ്പെൻസ് നിങ്ങൾ അവിടെ കൂട്ടേണ്ട, ഇവിടെ കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഡിപ്രീസിയേഷൻ നമുക്ക് കിട്ടിയിട്ടുള്ളത് എത്ര? 4,95,000 അല്ലേ കിട്ടിയേക്കണേ അല്ലേ. നേരത്തെ ഡിപ്രീസിയേഷൻ എത്ര കിട്ടിയത്? 4,90,000. അതുപോലെ തന്നെ എഴുതുക. അതർ എക്സ്പെൻസിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടുക. അപ്പോൾ ടോട്ടൽ എമൗണ്ട് കറക്റ്റ് ഇനി കിട്ടുക കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമുക്ക് അതർ എക്സ്പെൻസിൽ നിങ്ങൾ എന്തൊക്കെ എഴുതാന്ന് പറഞ്ഞേ. അതർ എക്സ്പെൻസിൽ എന്തൊക്കെ എഴുതുക? ജനറൽ എക്സ്പെൻസ്, ബാഡപ്റ്റ് 21,100 പ്ലസ് ന്യൂ പ്രൊവിഷൻ. ന്യൂ പ്രൊവിഷൻ എങ്ങനെ കാണാം?
എന്യൂമറേഷൻ ആണ്. ഡെറ്റേഴ്സിന് 5%, 8,70,000 5% കണ്ടുപിടിച്ചിട്ട് അത് കൂട്ടിയിട്ട് അതിൽ നിന്ന് ഓൾഡ് പ്രൊവിഷൻ കുറയ്ക്കണം. ഓൾഡ് പ്രൊവിഷൻ എത്രയാണ്? 35,000 കുറയ്ക്കുക. പിന്നെ പ്രിലിമിനറി എക്സ്പെൻസ് 5,000 നമ്മൾ റിട്ടേൺ ഓഫ് ചെയ്തിട്ട് എഴുതി തള്ളിയിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഡിപ്രീസിയേഷൻ ചെയ്താൽ തേയ്മാനം പോലെ കണക്കാം, അല്ലെങ്കിൽ അതർ എക്സ്പെൻസിൽ എഴുതിയാലും കുഴപ്പമില്ല. രണ്ടിൽ കാണിച്ചാലും ഏതെങ്കിലും ഒന്നിൽ കാണിച്ചാൽ മതി. ഇങ്ങനെ കാണിച്ചാലും ടോട്ടൽ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ 5,000 കൂടി കൂട്ടി കാണിക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടും. നിങ്ങൾ എഴുതണം കേട്ടോ, നോട്ട്ബുക്കിൽ എഴുതാൻ അടുത്ത ദിവസം കേട്ടോ. അപ്പോൾ നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 37,90,000 കിട്ടും. അതുവരെ ക്ലിയർ ആയോ എല്ലാവർക്കും? 37,90,000 കിട്ടും. അതുവരെ ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അത് ടോട്ടൽ എക്സ്പെൻസ് അല്ല, അത് നമുക്ക് പ്രോഫിറ്റ് ആണ്. ബിഫോർ ടാക്സ്, ടാക്സ് അടയ്ക്കുന്ന മുതൽ ലാഭം. അതെങ്ങനെ കിട്ടാം? 41,50,000 37,90,000 കുറയ്ക്കുമ്പോൾ 3,60,000. അതാണ് ഇവിടെ പ്രോഫിറ്റ് കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, നമുക്ക് നേരത്തെ റവന്യൂ ടോട്ടൽ ചെയ്തപ്പോൾ നമുക്ക് 41,50,000 കിട്ടിയിട്ടില്ലേ? 41,50,000 കിട്ടിയിട്ടില്ലേ ഇൻകം കൂട്ടിയപ്പോൾ? ഇല്ലേ? അതിൽ നിന്നും ഇപ്പോൾ എക്സ്പെൻസിന് ടോട്ടൽ എത്ര കിട്ടിയേ? 37,90,000. അപ്പോൾ ഈ 41,50,000 നിന്ന് 37,90,000 കുറച്ചാൽ കിട്ടുന്ന ആൻസറാണ് എന്ത്? ടാക്സ് അടയ്ക്കുന്നതിന് മുമ്പത്തെ ലാഭം, പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. എത്ര കിട്ടുന്നു? കുറച്ച് 41,50,000 മൈനസ് 37,90,000. ഈ 37,90,000 നിങ്ങൾക്ക് കറക്റ്റ് കിട്ടും കേട്ടോ. നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ എഴുതി കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും. അപ്പോൾ 37,90,000 കുറച്ച് നോക്കി എത്ര കിട്ടുന്നുണ്ട്? 41,50,000 നിന്ന് 37,90,000 കുറച്ച് 3,60,60,000. അതാണ് ടാക്സ് അടയ്ക്കുന്നതിന് മുമ്പത്തെ ലാഭം. ഇത് നമുക്ക് ടാക്സ് എത്രയാണെന്ന് നോക്കിയ ക്വസ്റ്റ്യനിൽ എത്ര ടാക്സ്, എത്ര പെർസെൻറ്റേജാണ് തന്നിട്ടുണ്ട്? പ്രൊവൈഡ് ഫോർ ഇൻകം ടാക്സ് 50%, പകുതി. അപ്പോൾ 3,60,60,000 പകുതി എന്ന് പറഞ്ഞാൽ 1,80,000. അത് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും. ടാക്സ് അടച്ചതിന് ശേഷമുള്ള ലാഭം 1,80,000. അതുവരെ സെറ്റാണോ മക്കളെ? അതുവരെ ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? SOP ക്ലിയർ ആയോ? ക്ലിയർ ആയോ? നിങ്ങൾ, ഞാൻ എന്തായാലും റെക്കോർഡ് ക്ലാസ് ഇട്ട് തരാം. ഇതെന്തായാലും നിങ്ങൾ കേൾക്കണം, വീണ്ടും വീണ്ടും കേട്ടിട്ട് നോട്ട് എഴുതണം കേട്ടോ, എന്നാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്കിനി EPS, നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടിയാൽ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ EPS കൂടി എഴുതാം. EPS എന്ന് പറഞ്ഞാൽ ഏണിംഗ് പെർ ഷെയർ ആണ്. അപ്പോൾ നമുക്ക് മൊത്തം എത്ര ഷെയർ ഉണ്ടെന്ന് നോക്കാം. നമുക്ക് നോക്കി, നിങ്ങൾ ഷെയർ ക്യാപിറ്റൽ കണ്ടോ? എത്ര ഷെയർ ക്യാപിറ്റൽ നമുക്ക് വന്നേക്കണേ? 40 ലക്ഷം. ഒരു ഷെയറിൻ്റെ വില എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര ഒരു ഷെയറിൻ്റെ വില? 100. അപ്പോൾ ഒരു ഷെയറിൻ്റെ വില 100 രൂപയാണ്. അങ്ങനെ എത്ര ഷെയർ കൂടുമ്പോഴാണ് 40 ലക്ഷം ആവുക? പറഞ്ഞേ. ഒരു ഷെയറിൻ്റെ വില 100 രൂപ. ഒരാളൊരു ഷെയർ മേടിച്ചാൽ 100 രൂപയാവും. അങ്ങനെ എത്ര പേര് മേടിക്കുമ്പോഴാണ് 40 ലക്ഷം രൂപയാവുക? എത്ര ഷെയർ മേടിക്കുന്നത്? 4 ലക്ഷം ബൈ 100 ചെയ്താൽ മതി മക്കളെ. 40 lakhs ഡിവൈഡ് ബൈ 100 ചെയ്താൽ 40 ലക്ഷം ബൈ 100 ചെയ്താൽ മതി. എത്രയാ? 40,000 ഷെയറാണ് ഈ കമ്പനി വിറ്റേക്കണേ. ഈ 40,000 ഷെയർ കമ്പനി വിറ്റപ്പോൾ മൊത്തം ലാഭം എത്ര കിട്ടി? 1,80,000. അപ്പോൾ ഏണിംഗ് പെർ ഷെയർ പറഞ്ഞേ, ഒരു ഷെയറിൽ നിന്ന് നമുക്ക് എത്ര ലാഭം ഉണ്ടാക്കാൻ പറ്റും? 40,000 ഷെയറിൻ്റെ ലാഭമാണ് 1,80,000. അപ്പോൾ ഒരു ഷെയറിൻ്റെ എങ്ങനെ കാണാം? ഏണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത് ഒരു ഷെയറിൻ്റെ ഏണിങ്സ്. അപ്പോൾ എങ്ങനെ കാണാം? 40,000 ഷെയറിൻ്റെ മൊത്തം ലാഭമാണ് 1,80,000. അപ്പോൾ ഒരു ഷെയറിൻ്റെ ലാഭം എങ്ങനെ കാണാം? 1,80,000. അപ്പോൾ 4 രൂപ 50 പൈസ. അതാണ് EPS. ക്ലിയർ ആയോ? കത്തിയോ എല്ലാവർക്കും? എല്ലാവർക്കും മനസ്സിലായി? SOP മക്കളെ. ഒന്നും അറിയില്ലെങ്കിൽ ഇത് വരച്ചിടണം കേട്ടോ. ഇതും ബാലൻസ് ഷീറ്റിൽ നിന്ന് വരച്ചിട്ടാൽ തന്നെ മാർക്ക് കിട്ടും. അറിയാവുന്ന സാധനങ്ങളിൽ പെറുക്കി എഴുതാം കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് അതർ എക്സ്പെൻസും ഡിപ്രീസിയേഷനാണ്. ഡിപ്രീസിയേഷൻ ഞാൻ പറഞ്ഞു, അവർ 5,000 അതിനകത്ത് കൂട്ടിയത് കൊണ്ടാണ് നമ്മൾ ഇപ്പുറത്തേലാണ് കൂട്ടിയേക്കണേ. അപ്പോൾ ചെറിയ വേരിയേഷൻ വന്നാലും ടോട്ടൽ എമൗണ്ട് കറക്റ്റ് ആവും കേട്ടോ. സെറ്റായില്ലേ? അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? അടുത്ത ക്ലാസ്സിലെ SOP എല്ലാവരും നോട്ട്ബുക്കിലോട്ട് കോപ്പി ചെയ്ത് മനസ്സിലാക്കി വെക്കുമോ ക്ലാസ്? ബാലൻസ് ഷീറ്റ് കംപ്ലീറ്റ് നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഇതും കൂടി ഉള്ളൂ നമുക്ക് ഈ ചാപ്റ്ററിൽ കേട്ടോ. ബാലൻസ് ഷീറ്റ് കംപ്ലീറ്റ് ചെയ്താൽ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ സെറ്റായി. ഓക്കെ അല്ലേ?